സർ, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പി കെ ഫിറോസ്. യൂത്ത് ലീഗിൽ നിന്നൊക്കെ കയറുന്ന ഇപ്പം ഈ പി കെ ഫിറോസിൻ്റെ സഹോദരനായ പി കെ ബുജൈർ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിരിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് ലഹരിയൊന്നും പിടിച്ചിട്ടില്ലെങ്കിലും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാടിൻ്റെ തെളിവുകളൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പം ഉപകരണം കിട്ടി. ഇപ്പോൾ പി കെ ഫിറോസ് ഈ ലഹരിക്കെതിരായിട്ട് വലിയ പോസ്റ്റൊക്കെ ഇടുന്ന ആളാണ്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയാൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കും ഇവിടെയൊക്കെ സംഭവിക്കുക? അല്ല, ഒന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗാണ് ഇസ്ലാം മതം എന്നാണല്ലോ അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം. അതെ, ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് അതാണ്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുന്നവൻ ദീനിൽ നിന്ന്, അതായത് മതത്തിൽ നിന്ന് പുറത്താകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് എന്നാണ് പി കെ ഫിറോസ് അർത്ഥമാക്കിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു മതസംഘടനയാണ് എന്ന് കൂടി അംഗീകരിക്കാൻ ഈ സെക്കുലറിസ്റ്റ് തയ്യാറാകണം. പി കെ ഫിറോസ് നമ്മുടെ ചാനലിലെ ദേവതകൾക്ക് സെക്കുലറിസ്റ്റും ഡെമോക്രാറ്റുമാണല്ലോ. അതെ, പി കെ ഫിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പലരും വിശ്വസിക്കുന്നത്. കാരണം പി കെ ഫിറോസ് ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടി അവതാര പുരുഷനാണെന്നല്ലേ പറയുന്നത്. ആ അവതാര പുരുഷൻ പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ലീഗിൽ നിന്ന് പുറത്തായാൽ ദീനിൽ നിന്ന് പുറത്താകുമെന്ന് പറഞ്ഞാൽ ലീഗാണ് കേരളത്തിലെ ഇസ്ലാം മതം എന്ന് തന്നെയാണ്. അങ്ങനെ വളരെ തീവ്രമായ മതബോധം പ്രചരിപ്പിക്കുന്ന ഒരു യുവ നേതാവാണ് പി കെ ഫിറോസ്. അദ്ദേഹത്തിന് വേറെ ഏത് വിശേഷണം നിങ്ങൾ ചാർത്തി കൊടുത്താലും സെക്കുലറിസ്റ്റ് എന്നും ഡെമോക്രാറ്റ് എന്നും പറയരുത്. അദ്ദേഹം മത നേതാവാണ്, മതവാദിയാണ്. അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതൊരു അവകാശമാണ്, അദ്ദേഹം പ്രചരിപ്പിക്കട്ടെ. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എപ്പോഴും അതിവിപ്ലവം കുറച്ചും കൂടി കടന്നു പറയുന്ന ഒരാളാണ്. കാരണം ലഹരിക്ക് ഞങ്ങളുടെ ദീൻ തന്നെ ലഹരിക്കെതിരാണെന്ന് പറയും. ശരിയല്ലേ? അതെ. ഇസ്ലാം മതം തന്നെ ലഹരിക്കെതിരാണ്, അതുകൊണ്ട് ലീഗും ലഹരിക്കെതിരാണെന്ന് പറയും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇസ്ലാം മതം ലഹരിക്ക് എതിരാണ് എന്നുണ്ടെങ്കിൽ ലഹരി വിൽപ്പനയുടെയും ലഹരിക്കടത്തിൻ്റെയും പേരിൽ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന അനേകം ഏറ്റവും കൂടുതൽ പ്രതികളുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം പ്രതികളാണ് അതിനകത്ത് അധികം. അവരെയൊക്കെ ദീനിൽ നിന്ന് പുറത്താക്കാനും ലീഗിൽ നിന്ന് പുറത്താക്കാനും ഇദ്ദേഹം തയ്യാറാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ പറയട്ടെ, അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പറയട്ടെ, അത് പറയണ്ടേ? അതും പറയുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനിയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹമാണെങ്കിൽ ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിന് വലിയ ആദർശനിഷ്ഠ പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. അതെ. അപ്പോൾ അതിൽ അദ്ദേഹം പറയും, രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങളും സംശയങ്ങൾക്ക് അതീതരായിരിക്കണം, സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ കുറേ കാലങ്ങളായിട്ട് ലഹരി വ്യാപാരത്തിൽ ബന്ധപ്പെടുകയും അതിൻ്റെ പണമിടപാടുകളിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന കാര്യം ഇദ്ദേഹം അറിഞ്ഞില്ല എന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, എനിക്കതറിയില്ലായിരുന്നു, ഇദ്ദേഹം എൻ്റെ അനിയനല്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം പറയട്ടെ അത്. പക്ഷെ അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി പറയേണ്ടി വരും. കാരണം ഈ അനിയനുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരിക്കാം. ചിലപ്പോൾ അനിയന്മാർ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറയണം, എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ അയാളെ തള്ളിക്കളഞ്ഞേക്കിടുന്നു. പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ അനിയൻ പി കെ ഫിറോസിൻ്റെ സ്വാധീനവും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനവും ഉപയോഗിച്ചിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെന്ന് പെടുന്നത്? ലഹരി വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് എക്സൈസ് സംഘം പരിശോധിച്ചപ്പോൾ അവരെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അതെ, കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനാണ് പരിക്കേറ്റ്. അയാളെ മർദ്ദിച്ച്. അയാളെ എന്തുകൊണ്ട് മർദ്ദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനം മുഴുവൻ തങ്ങളുടെ കീഴിലാണ് എന്ന അഹങ്കാരം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗുകാർക്ക് ഈ അഹങ്കാരം ഉണ്ട് എന്നുള്ളത് വെറും വസ്തുത മാത്രമാണ്. കണ്ണൂർ എപ്രകാരമാണോ മാർക്സിസ്റ്റ് പാർട്ടി ഈ അഹന്ത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ മോശമായ രീതിയിലാണ് മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയിലും മുസ്ലിം ലീഗിൻ്റെ അണികൾ ഈ അഹന്ത പ്രകടിപ്പിക്കുന്നത്. ആ അഹന്തയുടെ പ്രകടനമാണ് നമ്മൾ ഈ പോലീസുകാരനെ കൈവെക്കാൻ ഇവയാൾക്ക് ധൈര്യം കൊടുക്കുന്നത്. പോലീസുകാരൻ അയാളുടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ ജോലി ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാരനെ കൈവെക്കുന്നു. കൈവച്ച് എന്താണ്, ഇയാളുടെ വണ്ടി പരിശോധിക്കാൻ പാടില്ല എന്നാണ് പറയണത്. PK ഫിറോസിൻ്റെ അനിയൻ്റെ വണ്ടി പരിശോധിക്കാൻ ഇവിടെ ആരാണ് അധികാരി എന്നാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷേ PK ഫിറോസിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും മാത്രമായി ഇന്ത്യ മഹാരാജ്യത്ത് നിയമം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഈ PK ഫിറോസ് തന്നെ ഫെബ്രുവരി 28 ഒരു ലേഖനം എഴുതിയിരുന്നു, ഒരു പോസ്റ്റ്. അതിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് ഇതിനു മാത്രം ഈ ലഹരി വരുന്നത് എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് ഈ ലഹരിയുടെ ഒഴുക്കിനെ നമുക്ക് തടയാൻ കഴിയാത്തത്. അപ്പം ഈ ലോബിക്ക് പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ കപ്പലിൽ തന്നെ ഉണ്ട് കള്ളനാണ്. അപ്പോൾ ഇതിനകത്ത് PK ഫിറോസ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല, PK ഫിറോസ് ഓടുന്ന പട്ടിക്ക് 4 മഴ മുമ്പേ എറിഞ്ഞതാണ് ഈ കണ്ടത്. കാരണം താൻ സത്യസന്ധനും ലഹരി വിരുദ്ധനും ലഹരി ഈ സമൂഹത്തിൽ ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തുള്ളിക്കൊണ്ടിരിക്കുന്ന കോമരമാണ് എന്ന ആളുകളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതുന്നത് ലഹരിക്കെതിരെ. PK ഫിറോസ് ഈ ലേഖനം എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ അനിയൻ PK ബുജൈർ ലഹരിക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫിറോസിനും അറിയാമായിരിക്കും അല്ലേ? അല്ല, ഒന്നും അറിയാത്ത വിധത്തിൽ അദ്ദേഹം നിഷ്കളങ്കനാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ പറ്റുമോ? അരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് പറ്റില്ല. അല്ല, വലിയ പ്രയാസമാണ് ആ കാര്യത്തിൽ. അദ്ദേഹം ഒരുപക്ഷെ നിഷ്കളങ്കനായിരിക്കാട്ടാ. പക്ഷെ എന്തായാലും ഒരു കാര്യമുള്ളത്, ലഹരി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ PK ഫിറോസിന് അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറാകണം. ഇത് PK ഫിറോസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഈ ഫിറോസിൻ്റെ അനിയൻ ഒറ്റയ്ക്കൊരാൾ ചെയ്തു എന്ന് കരുതാൻ പറ്റുമോ? പറ്റില്ല. അതിന് വേണ്ട ഒരു ശൃംഖല അവിടെയുണ്ട്. ആ ശൃംഖല അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ശൃംഖലയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ലീഗിൻ്റെ ചില നേതാക്കളും കാണും. ലീഗിൻ്റെ നേതാക്കൾ മാത്രമല്ല, ഇപ്പോൾ ഈ PK ഫിറോസും അനിയൻ ബുജൈറും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണ്ടേ? അനിയൻ എവിടെ നിന്നാണ് ഈ പണം? അല്ല, അനിയന് എന്താണ് ജോലി, അയാൾക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നു, അയാൾക്ക് ആരാണ് പണം കൊടുക്കുന്നത്, അയാൾ ആ പണം ഈ PK ഫിറോസ് അനിയൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിക്കുമ്പോൾ നിനക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കൂലേ? വേണ്ടേ? അത് വേണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ തുക നിങ്ങൾ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ വീട്ടുകാർ ചോദിക്കില്ലേ, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കില്ലേ? അതെ, ഇല്ലേ? സ്വാഭാവികമായിട്ടും ചോദിക്കും. അച്ഛനും ചോദിക്കും, അമ്മയും ചോദിക്കും, സഹോദരങ്ങളും ചോദിക്കും, ചേട്ടൻ എവിടെ നിന്നാണ് ഇത്രയും കാശ് കിട്ടിയത്, എവിടെ നിന്നാണ് ചേട്ടന് ഇത്രയല്ലേ വരുമാനമുള്ളൂ, പിന്നെ എങ്ങനെ ഇത്രയും കിട്ടിയെന്ന് ചോദിക്കില്ലേ? അതെ. PK ഫിറോസ് നിഷ്കളങ്കനായതുകൊണ്ട് ഇത് ചോദിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് സംഭവിച്ചാണെന്നാണ് പറയുന്നത്. പക്ഷേ നിഷ്കളങ്കനാണെങ്കിലും സ്വന്തം അനുജൻ കണക്കിൽപ്പെടാത്ത വിധത്തിൽ പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിനക്ക് ഈ പണം എങ്ങനെ കൈവന്നു എന്നുള്ള കാര്യം അന്വേഷിക്കണ്ടേ? അത് വേണം. ഇനി PK ഫിറോസിൻ്റെ സഹോദരന് ഇത്തരത്തിലുള്ളൊരു ഏർപ്പാടുണ്ട് എന്നുള്ള കാര്യം പാണക്കാട് ശിഹാബ് തങ്ങൾ അറിയാതിരിക്കില്ലല്ലോ. ഇല്ല. ശിഹാബ് തങ്ങൾ സ്വർഗത്തിലല്ലോ ഇരിക്കുന്നത്, ഭൂമിയിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ഭൂമിയിലിരിക്കുന്ന തങ്ങൾ പാണക്കാട്ട് തങ്ങൾമാരെ എന്തായാലും ഇതറിയുമല്ലോ. അവർക്ക് അവരുടെ ചാരചക്ഷുസ്സുകളുണ്ട്. PK ഫിറോസിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളും രാഷ്ട്രീയ മിത്രങ്ങളും ലീഗിനകത്ത് തന്നെയുണ്ട്. അതെ, അവരൊക്കെ പോയി പറഞ്ഞു കാണുമല്ലോ. അവരൊക്കെ പറഞ്ഞതിന് ശേഷവും ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ജനങ്ങൾ സംശയിക്കില്ലേ? PK ഫിറോസ് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ലീഗിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ചെയ്താൽ അവർ ആ പദവിയിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ PK ഫിറോസ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അദ്ദേഹം തന്നെ വില കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ പദവിയിൽ നിന്ന് മാറി നിൽക്കുമെന്നല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അതെ. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ
ഈ മയക്കുമരുന്ന് ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ലീഗ് നേതാക്കളെ മുഴുവൻ പുറത്താക്കാനായിട്ട് പാണക്കാട് ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും തയ്യാറാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.